ബിജെപിക്ക് തിരിച്ചടിയാകുന്ന മറ്റു പ്രധാനപ്പെട്ട ബിജെപിക്ക് ഏറ്റവും നിരാശ പന്തളം. സുജു ടി ബാബുവിനെ കൂടി കിട്ടണം. പന്തളത്ത് 8 സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടയ്ക്ക് UDF മുന്നേറിയ നഗരസഭയാണ്, ഭരിച്ചിരുന്നത് BJP ആണ്. അവിടെ ഇപ്പോൾ BJP 3ാം സ്ഥാനത്തായി. 2 നഗരസഭ അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. പാലക്കാട് വെള്ളം കുടിക്കുന്നു, പന്തളത്ത് പിന്നിൽ പോയിരിക്കുന്നു, അവിടെ LDF വന്നിരിക്കുന്നു. മറ്റിടത്ത് പാലക്കാട് UDF ആണ്. അപ്പോൾ LDF-ഉം UDF-ഉം ചേർന്ന് ഈ പറഞ്ഞ BJP സ്വാധീന കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായി തന്നെ അതിനെതിരായ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് സംഭവിച്ചത് തിരുവനന്തപുരത്ത് അവർക്ക് NDAക്ക് ലീഡ് നിലനിർത്താൻ കഴിയുന്നു. അതേസമയം LDF-ന്റെ സ്വാധീന മേഖലകളിൽ അടക്കം ജയിക്കാൻ UDF-ന് കഴിഞ്ഞത് ഇടതുമുന്നണിക്കും തിരിച്ചടിയായി. ഇതാ സുജു, പന്തളം വലിയ തോതിൽ ശ്രദ്ധിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ശരത്, രാഷ്ട്രീയ ചർച്ചകൾ ഏറെ നടന്ന പന്തളത്ത് ഇപ്പോൾ LDF മുന്നേറ്റം കാഴ്ചവെക്കുന്നു. പന്തളത്ത് 8 സീറ്റുകളാണ് LDF മുന്നേറുന്നത്. 7 സീറ്റിൽ UDF-ഉം. നിലവിൽ BJPയെ സംബന്ധിച്ചോളം കനത്ത തിരിച്ചടിയാണ്. BJP ഭരിച്ചിരുന്ന 5 സീറ്റിൽ 3ാമതാണ് BJP എത്തിയിരിക്കുന്നത്. അവിടങ്ങളിൽ പലയിടത്തും കോൺഗ്രസ് ആണ് വിജയിച്ചെങ്കിലും BJPക്ക് കനത്ത തിരിച്ചടി. പന്തളത്തിന് തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്താണ് കുളമട ഗ്രാമപഞ്ചായത്ത്. ഏതാണ്ട് 10 വർഷമായി കുളമട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്, NDA ആണ്. അവിടെയും LDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അവിടെ അശോകൻ കുളമട BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അശോകൻ കുളമടയും തോറ്റുപോയിരിക്കുകയാണ്. അങ്ങനെ പന്തളം നഗരസഭയിലും തൊട്ട് സമീപത്തെ ഗ്രാമപഞ്ചായത്തിലെ കുളമടയിലും BJPക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ശരത്, പത്തനംതിട്ടയിലാകെ ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോഴും അഭിമാനകരമായ ഒരു വലിയ പോരാട്ടം പന്തളത്ത് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇടതുമുന്നണിക്ക് പന്തളത്തിലെ ഭരണം BJPയെ 3ാം സ്ഥാനത്താക്കി 1ാമതാക്കി നിൽക്കാൻ കഴിയുന്നു.